മഹാഭാരതത്തിൽ എല്ലാവർക്കും പ്ലസും മൈനസും ഉണ്ടല്ലോ, ആർക്കാണില്ലാത്തത്? ഇപ്പം അർജുന് മൈനസ് എവിടെയാണല്ലോ വ്യാസൻ എന്നോട് ചോദിച്ചാൽ പറയും, അർജുനൻ പലപ്പോഴും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ഒരു കഥാപാത്രമാണെന്ന് ഞാൻ പറയും. നോക്കൂ, ജയദ്രഥൻ അഭിമന്യുവിനെ വധിക്കുന്ന സമയത്ത് ഒറ്റയടിക്കാണ് പറയുന്നത്, നീ നാളെ കൊന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. സന്താനഗോപാലൻ കഥ എടുക്കൂ, അടുത്ത ബ്രാഹ്മണന്റെ കുട്ടിയെ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. എപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു കോൺസെപ്റ്റ് ഇദ്ദേഹത്തിന്, കാരണം ഭഗവാൻ പുറകിൽ പിടിക്കാറുണ്ട് എന്നുള്ള ബലം ഉണ്ടോ അത് അറിഞ്ഞുകൊണ്ടാണോ പറയണതെന്നൊന്നും അറിയില്ല, എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടില്ലേ നമുക്ക്. സാധാരണ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്, നമുക്ക് മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്ലസും മൈനസും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആർക്കും ഇപ്പം വിതുരരെ പോലെ ചില ആൾക്കാർക്കൊക്കെയാണ് ചിലപ്പോൾ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക? എല്ലാവർക്കും പ്ലസും മൈനസും ഉണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഭഗവാൻ ഇപ്പോൾ പല കോൺടെക്സ്റ്റുകളും പറയുന്നുണ്ട്. ഘടോത്കചൻ വീണപ്പോൾ ഭഗവാൻ ചിരിച്ചു എന്ന് നമ്മുടെ MT എഴുതിയിട്ടുണ്ട്. ഭീമന്റെ മകനാണ് മരിച്ചത് എങ്കിൽ പോലും അർജുനന് നേരെ പ്രയോഗിക്കാൻ വെച്ചിരുന്ന ശക്തി എന്ന് പറയുന്ന ആയുധം ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചു എന്നുള്ളത് MTയുടെ വ്യാഖ്യാനമാണ്. അതങ്ങനെ ഭഗവാൻ ചിരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഒരു ധർമാധർമ്മത്തിൻ്റെ സംഘടന നടക്കുകയും അതിൽ നിന്ന് അവരായിട്ട് എടുക്കുന്നൊരു തീരുമാനമുണ്ട് ആത്യന്തികമായിട്ട്. ഏത് കഥാപാത്രം എടുത്താലും, കർണനായിക്കോട്ടെ, ഇപ്പോൾ കുന്തി ആദ്യം ഉണ്ടാവുന്ന കുട്ടിയെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്, പിന്നുള്ള 5 കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്തു. അവരുടെ ഉള്ളിലുണ്ട് നല്ലൊരമ്മയുണ്ട്, ചീത്തൊരമ്മയുണ്ട്. എല്ലാവരും ഇത് കാണാം. നമ്മൾ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഹംസ സ്വഭാവം കാണിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ. നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലത് എടുക്കുക. എല്ലാ കഥാപാത്രങ്ങളിലും പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്.